ദ ബിഗ് ബ്രേക്കിംഗ് എക്സ്ക്ലൂസീവ് പൾസർ സുനിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇതായിരുന്നു ഇന്ന് നമ്മൾ ഫുൾ റിപ്പോർട്ടർ ചാനലിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ ഇവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ 8 മണിക്ക് ഇവരൊരു എക്സ്ക്ലൂസീവ് സാധനം പുറത്തോട്ട് വിടുന്നുണ്ട്. ഇവിടെ ചില ആളുകളുടെയൊക്കെ ആണെങ്കിൽ മുഖം മൂടി വലിച്ചു കീറുന്നതായിരിക്കും അതിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പൾസർ സുനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഇതിനകത്ത് പറയുന്ന മെജോറിറ്റി കാര്യങ്ങളും ഓൾറെഡി ഈ ഒരു പോലീസിന്റെ കുറ്റപത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് ഇവർ എക്സ്ക്ലൂസീവ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അയാൾ പറഞ്ഞേക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയും അനുഭവിക്കാൻ പാടില്ലാത്ത അത്രയും വലിയ ക്രൂരതകളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ആൻഡ് ഓൾറെഡി ഈ ഒരു നടനുമായിട്ട് ഈ ചാനൽ റിപ്പോർട്ടർ ചാനൽ ദുഷ്മൻ ആയതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെച്ചലക്കുന്നത് തന്നെയായിരിക്കും. കാര്യം ബാക്കിയുള്ള ചാനൽസ് ഒക്കെ ആണെങ്കിൽ വഖഫ് മുൻപ് വിഷയങ്ങളെ പറ്റിയിട്ട് വലിയ രീതിയിൽ ചർച്ചയായിട്ട് പോയപ്പോഴത്തേക്കിന് ഇവർ ഇന്നത്തെ ഫുള്ള് ഓരോ മണിക്കൂർ ഇടവിട്ടും ഇതിന്റെ എക്സ്ക്ലൂസീവ് തന്നെയായിരുന്നു ഇവരിങ്ങനെ വിട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റിങ് ഓപ്പറേഷനിലൂടെ വളരെ സാഹസികമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവർ നമ്മുടെ മുന്നോട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളൊക്കെ മണ്ടന്മാർ, ഇതൊക്കെ ഇവർ പറയുന്നതൊക്കെ നിങ്ങൾ പറയുന്ന എല്ലാം വെള്ളം തൊടാതെ ഞങ്ങളങ്ങ് വീഴുക. പിന്നെ നമ്മുടെ നിയമത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു, ഒരാളെ നമ്മൾ കൊന്നു എന്നിരിക്കട്ടെ, കൊന്നു കഴിഞ്ഞാൽ ശിക്ഷയായിട്ട് നമുക്ക് വധശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വധശിക്ഷ വരെ കിട്ടാവുന്ന ഒരു നിയമ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഒരു ശിക്ഷയും കിട്ടാതെ അവിടുന്ന് ഊരിപ്പോരാനുള്ള ലൂപ്പ് ഹോൾ ഇവിടെയുണ്ട്. അത് മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യ എന്നാക്കി തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് ഒരു പ്രശ്നങ്ങളും ഇല്ല, നമുക്ക് ഊരിപ്പോരാൻ സാധിക്കും. അതാണ് നമ്മുടെ നിയമത്തിൻ്റെ ഒരു കുഴപ്പം. ആൻഡ് ഈ ഒരു ലൂപ്പ് ഹോൾ ഓരോ കേസിലും ഉണ്ട്, ഓരോ കേസിലും ഈ ലൂപ്പ് ഹോൾ ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ പൾസർ സുനി ഈ കാര്യങ്ങൾ ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ ഇങ്ങനെ പൾസർ സുനി ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെറുതെ ഒരാളുടെ അടുത്ത് വന്നിട്ട് ഒരു വിശ്വാസ്യത തോന്നിയാലും, അതും ഒരു മാധ്യമ പ്രവർത്തകനാണ്, അയാളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ അങ്ങ് വെട്ടിത്തുറന്നങ്ങ് പറയുമോ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ആണെങ്കിൽ പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയതിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. മറ്റൊരു വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വിചാരണ കോടതി. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു പൾസർ സുനിക്ക് ജാമ്യം നൽകാമെന്ന്. എന്നാൽ ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു തീരുമാനിക്കേണ്ടത്. ഇതിനുള്ള ജാമ്യ വ്യവസ്ഥകളും ഇന്ന് കോടതി നൽകുകയുണ്ടായി. കോടതി പരിധി വിട്ട് പോകരുത് പൾസർ സുനി, അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, പ്രധാനപ്പെട്ടത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന കർശനമായ ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉപാധികളിൽ പ്രധാനപ്പെട്ടതായിരുന്നു മാധ്യമങ്ങളുടെ അടുത്ത് സംസാരിക്കരുത് എന്നുള്ളത്. ഓക്കെ, ഈ പൾസർ സുനി ആണെങ്കിൽ ജയിലിൽ കിടക്കുന്ന ടൈമിൽ ഇയാൾക്ക് കിട്ടാനുള്ള കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതായത് ഈ നടീനെ ആണെങ്കിൽ ഈ നടൻ തന്നെയാണ് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ പീഡിപ്പിക്കാനുള്ളത്. അതായത് കൊട്ടേഷൻ, പീഡനത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള സംഭവമാണ് പീഡനത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു പരിപാടി. ഓക്കെ, അങ്ങനെ പോയിട്ടാണെങ്കിൽ ഈ നടി തന്നെ ഇങ്ങോട്ട് തിരിച്ച് പറയുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കാതെ വിട്ട് കഴിഞ്ഞാൽ പൈസ കൊടുക്കാന്നൊക്കെ പറയുന്നത്, അങ്ങോട്ട് പൈസ തരാന്നുണ്ട്. പക്ഷേ ഇയാൾ കേൾക്കുന്നില്ല. ഈ നടൻ ഇതൊക്കെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് കൂറുമാറാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നിർബന്ധിതനാവുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഈ പറയുന്ന പൾസർ സുനി ഇവിടെ എന്ന് പറയുന്നത്. അതായത് എത്തിക്സ് ഉള്ള ഒരു ഗുണ്ടയാണ് എന്നുള്ള രീതിയിലേക്കാണ് പുള്ളിയുടെ ഇവിടെ വെളിപ്പെടുത്തൽ ൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, എത്തിക്സ് ഉള്ള ഒരു ഗുണ്ട എന്ത് തന്നെയാണെങ്കിലും ഗുണ്ട ഈസ് ഗുണ്ട, തെറ്റ് ചെയ്തവൻ തെറ്റ് തന്നെ കാരണം തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ന്യായീകരണങ്ങളോ കാര്യങ്ങളൊന്നും ഇതിനകത്ത്, അതായത് പൈസ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരാളെ പീഡിപ്പിക്കാൻ പോവുക, ഇങ്ങനെ അതിനകത്ത് എന്ത് ന്യായീകരണം, എന്ത് എത്തിക്സ്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ഇയാൾ ജയിലിൽ പോയ ഒരു ടൈമിലാണെങ്കിൽ ഈ നടനാണെങ്കിൽ പിന്നീട് ഇയാളെ കോൺടാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഇവരുടെ മറ്റേ ഇടയ്ക്ക് നിൽക്കുന്ന മറ്റേ മാനേജർ ആളൊക്കെ ഉണ്ടല്ലോ, അപ്പുണ്ണി, ഈ അപ്പുണ്ണി ത്രൂ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, പിന്നീട് മറ്റേ ആ ഒരു കത്ത് എഴുതിയ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം ഇവർക്കിടയിൽ ആ ഒരു പൈസ കൊടുക്കാത്തതിൻ്റെ ആ ഒരു ഭിന്നതകളൊക്കെ ഒരു പക്ഷേ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോഴും ഈ പറയുന്ന പോലെ പൾസർ സുനിക്ക് അയാളുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്താനൊക്കെ കൂടെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം മേ ബി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഒരു കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പുറത്തു ലോകത്തോട് പറയാനുണ്ടെങ്കിൽ അത് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അല്ലേ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറയാൻ പറ്റില്ല, കാര്യം കോടതി ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഈ മീഡിയാസ് വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് തെറ്റില്ല. കാര്യം മീഡിയാസ് വന്നിട്ട് ഒളിക്യാമറയിലൂടെ പകർത്തിയൊരു സാധനമാണ്, മനസ്സിലായില്ലേ. അതായത് പുറലോകത്തോട്ട് പറയാനുള്ളത് പറയാനും പറ്റും, മീഡിയാസിന്റെ മുന്നിലൂടെ പറയാനും പറ്റും, എന്നാലോട്ട് ഇയാളുടെ പേരിൽ കുറ്റം വരത്തില്ല. ഇതാണ് നമ്മുടെ നിയമത്തിന്റെ ലൂപ്പ് ഹോൾ. അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച പോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവർ ഈ ഒളിക്യാമറ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചേക്കുന്ന സംഭവം നിങ്ങളൊന്ന് നോക്കുക. അതായത് രണ്ടുപേരും അവിടെ ഇരിക്കുന്നു, പൾസർ സുനിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇവരുടെ രണ്ട് ആംഗിൾസ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഇവിടെ നിന്നും പിന്നീടാണെങ്കിൽ ഇവർ നടന്നു പോകുന്നതും, പിന്നെ ഇവിടെ ഒരു ലാപ്പും പിടിച്ചിട്ടാണെങ്കിൽ ഒരു പടിയിൽ ഇരിക്കുന്ന ഒരു വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഈ ഒരു വ്യക്തി ഇങ്ങനെ നേരെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നേരെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ നോക്കി മനസ്സിലാവും, നമ്മുടെ ഈ ഒരു വയറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് ഇങ്ങനെ നമുക്ക് ക്യാമറ ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ ഫോൺ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിരന്തരം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആളിന് മനസ്സിലാവൂടെ, അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ പൊട്ടനും മന്ദബുദ്ധിയായിരിക്കണം പൾസർ സുനി എന്ന് പറഞ്ഞത്. അതിന് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ പൾസർ സുനി ആണെങ്കിൽ ഒരു കുണുവാവിനെ പോലെയാണ് ബിഹേവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തിനാണെങ്കിൽ ഞാനൊരു വിഷ്വൽ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കണേ. ഇതാണ് അവസ്ഥ. അപ്പുണ്ണിയുടെ കയ്യിൽ 2 ഫോൺ ഉണ്ടെങ്കിൽ ഒരു ഫോൺ ദിലീപേന്റെ ഫോണാണ്. അത് അപ്പുണ്ണിയാണ് മാനേജ് ചെയ്യണേ. അത് ആർക്കും ഈ ഇത് അറിയാൻ പാടില്ല. ആൾക്കാർ ഇപ്പൊ ഈ മഞ്ജുവിന് അറിയാൻ പാടില്ലായിരിക്കും, കാവ്യക്ക് അറിയാൻ പാടില്ലായിരിക്കും.
പക്ഷെ അപ്പുണ്ണിക്ക് ഇപ്പൊ എന്റെ കയ്യിൽ 2 ഫോൺ ഉണ്ട്. അത് മറ്റേ ആള് പേഴ്സണൽ യൂസ്. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഈ ഒരു ക്യാമറമാന്റെ നേരെ നോക്കുന്നുണ്ട്. ഓക്കെ, ഇവർ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞാലും എന്ത് തന്നെ ആണെങ്കിലും ദാണ്ട് ഇവിടെ പിടിച്ചേക്കാണ്. കാണുമ്പോൾ മനസ്സിലാവും. അങ്ങോട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണ് വെട്ടിച്ചൊക്കെ നോക്കുന്നുണ്ട്. മാക്സിമം അങ്ങോട്ടേക്ക് നോക്കരുത് എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട്. ഇനി ഇവർ സ്റ്റിങ് ഓപ്പറേഷൻ വളരെ സാഹസികമായിട്ടെന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത്. ഇനി 2-3 സ്റ്റിങ് ഓപ്പറേഷൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്റ്റിങ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത്. എന്നാൽ ഇവർ മാക്സിമം ഇതിനകത്ത് വീഡിയോ ഒക്കെ ഒന്ന് ഷേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ 2-3 സ്റ്റിങ് ഓപ്പറേഷൻ്റെ സംഭവം ഇങ്ങോട്ട് വെക്കാം. हमारी अगली मुलाकात होती है बॉलीवुड के मशहूर अभिनेता विवेक ओबरॉय से। ये हम अब सिर्फ 4 दिन है ना मुंबई में, उसके बाद तो हम बाहर निकले, तो महीना भर हम बाहर हैं। मैं बोल रहा था कि फिर आप ये जाने ഇത് ഒരെണ്ണം വിവേക് ഒബ്രോയുടെ ആണ്. അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് സംഭവമായിരുന്നു അന്നത്തെ. അപ്പം ഇവരുടെ ക്യാമറ ആംഗിൾ വെച്ചതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തൊരെണ്ണം. Through your tweets, through your actions or through your voice, then the job is wasted. तो खत्म हो गया, फिर एक्सपोज हो गया तो जीरो हो गया. ഇതിൻ്റെ ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു സംഭവമാണ്. അങ്ങോട്ടേക്ക് ഒരു നോട്ടം പോലും എത്താത്ത രീതിയിലുള്ള ഒരു പരിപാടിയിലാണ് ചെയ്തേക്കുന്നത്. അതായത് ആളിരിക്കുന്ന എവിടെ, ക്യാമറ ഇരിക്കുന്ന എവിടെ, ആ ഒരു മൂഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ ഇവർ വന്നിട്ട് ഓക്കെ പബ്ലിക്കായിട്ടൊരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ക്യാമറ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, നമുക്ക് മനസ്സിലാവും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുക, കുറച്ച് നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കെങ്കിലും, അതും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. പേടിക്കേണ്ട ഒരു സാധനം കൂടെയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഫോൺ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ സ്വാഭാവികമായിട്ട് ആലോചിക്കില്ല ഇവരെന്തുവാണ് വീഡിയോ എടുക്കുകയാണോ ഫോട്ടോ എടുക്കുക, നിങ്ങൾ തന്നെ ആലോചിക്കില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ടർ ചാനലിൽ അരുൺ അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ കൊണ്ടുവന്ന് വെക്കാം. കേരളം കേൾക്കുന്ന ഏറ്റവും വലിയ ഞെട്ടലുള്ള ഒരു റേപ്പ് കൊട്ടേഷന്റെ കഥയായി മാറുന്നു. പോലീസിന്റെ മൊഴികളിൽ മാത്രമുള്ള, എന്നാൽ പോലീസിന്റെ മൊഴികളിൽ പോലും ഇല്ലാത്ത, കോടതിയുടെ വ്യവഹാരങ്ങളിലേക്ക് നിർണായകമായേക്കാവുന്ന ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫ്യൂഷൻ. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ, ഈ കേസിന് 1.5 കോടി രൂപ ദിലീപ് കൊട്ടേഷന് നൽകി എന്നുള്ളതാണ്, വാഗ്ദാനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. അതിൽ 80 ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും 70 ലക്ഷത്തോളം രൂപ പല തവണയായി വാങ്ങിയിട്ടുണ്ട് എന്നും പൾസർ സുനി നമ്മളോട് വെളിപ്പെടുത്തുന്നു. ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതും കൊണ്ട് ഇനി എന്താണ് ഈ ലീഗലി മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് എന്താണ് ഉപകാരപ്പെടുക എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഒന്നാമത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാരിലോട്ട് കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു, ആ ഒരു നടനിൽ നിന്നും ഇത്തരം കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളത് എത്തിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇനി എന്തിനാണെങ്കിലും ഇവർ ഈ വിശ്വാസ്യത അല്ലെങ്കിൽ പൾസർ സുനിയിലോട്ട് ഇവർ എത്തിയേക്കുന്ന ഒരു സാധനം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ഇനി ഇവർ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. അതിന് നിങ്ങളത് കേൾക്കണം. കേസുമായി ബന്ധപ്പെട്ട ഞാൻ പലതവണ പൾസർ സുനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോയി ജാമ്യം ലഭിച്ചതിന് ശേഷം ഞാൻ എന്റെ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ എനിക്ക് മറ്റൊരാൾ വഴി പൾസർ സുനിയിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ ഞാൻ എഴുതുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിലെ ചില വിവരങ്ങൾ അത് പങ്കുവെക്കാനും, അത് യഥാർത്ഥമാണോ, ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആ എഴുതുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ യഥാർത്ഥമാണോ, പൾസർ സുനിയെ എനിക്ക് കാണേണ്ടതുണ്ട്, ഞാൻ ക്യാമറ ഇല്ലാതെയാണ് വരുന്നത്, അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂരിൽ പൾസർ സുനിയുടെ ഒരു ഗൂഢസങ്കേതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ നല്ല ഫ്രഷ് കഥ എഴുതാനെ കൊണ്ട് പോവുകയാണ്. എന്താണെങ്കിലും ഓക്കെ, നമുക്ക് ബാക്കി കേൾക്കാം. ഇവരുടെ ആ ഒരു സംഘത്തിലോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. വലിയ രീതിയിൽ അപകടപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്ത് പൾസർ സുനിയുടെ വലിയൊരു സംഘത്തിന്റെ കാവലാദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് മണിക്കൂറുകളോളം സംസാരിക്കുമ്പോഴും മനസ്സ് വാ തുറക്കാൻ പൾസർ സുനി തയ്യാറായിരുന്നില്ല. ഏറെ നേരം സംസാരിച്ച് മടങ്ങുമ്പോഴാണ് എന്റെ ലാപ്ടോപ്പിൽ ഞാൻ പുസ്തകവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കുറിപ്പുകൾ കാണിക്കുന്നത്. അത് വായിച്ചപ്പോൾ പൾസർ സുനിക്ക് അല്പം കാര്യങ്ങൾ ബോധ്യമായി. എന്റെ ഉദ്ദേശം ആ പുസ്തകത്തിലേക്ക് ചില വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണെന്ന വിശ്വാസത്തിന്റെ പുറത്താണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അടുത്ത തവണ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് പിരിയുന്നത്. പിന്നീട് നിരന്തരം ബന്ധപ്പെടുന്നു പൾസർ സുനിയെ. ആ ബന്ധപ്പെട്ട് അങ്ങനെ പൾസർ സുനിയുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് പൾസർ സുനി പിന്നീട് വീണ്ടും കാണുന്നത്. ആ കൂടിക്കാഴ്ച ഒരു കുറച്ചുകൂടി സുരക്ഷിതമായ, നമ്മൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു ഇടത്തായിരുന്നു. ആ ഇടത്ത് വെച്ച് പൾസർ സുനി മനസ്സ് തുറക്കുകയായിരുന്നു. അത് ശരിയാണ്, ഇവർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് പറയുന്ന പോലെ പബ്ലിക് പ്ലേസ്. കാര്യം ഈ ഒരു പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് പൾസർ സുനിക്ക് എന്തെങ്കിലും പിച്ചാത്തിക്ക് വളരെ കത്തി കയറണം തോന്നിക്കഴിഞ്ഞാൽ നടക്കൂല. കാര്യം പബ്ലിക് പ്ലേസിൽ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനത്തെ ഇതുകൊണ്ട് അവർക്ക് സേഫ്റ്റി ആയിരിക്കും. പക്ഷേ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ആ ഒരു ഈ പറയുന്ന ഗുണ്ട സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഒരു വിഷയമില്ല, ധൈര്യമായിട്ട് അയാൾക്ക് പറയാം, പൾസർ സുനിക്ക് പറയാം, ഒരു വിഷയമില്ല. കാര്യം ഇയാളല്ലേ വന്ന് എഴുതാനെ കൊണ്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് എന്താണ് ഇവർക്ക് പ്രശ്നമായിട്ട് വരാനെ കൊണ്ട് അവരുടെ സ്ഥലത്ത് പോയി എഴുതി കഴിഞ്ഞാൽ ഓക്കെ, ഓൾറെഡി ഈ പറഞ്ഞ പൾസർ സുനി ഈ കഥയൊക്കെ പറയാനെ കൊണ്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തത് ഒരു ഡ്രാമയല്ലേ. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. കൃത്യമായി ഉത്തരം പറഞ്ഞില്ല. പലപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇതൊന്നും പകർത്തുന്നില്ലല്ലോ. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പൾസർ സുനി പറയുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും പൾസർ സുനി നമ്മൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ അത് മൊബൈൽ ഫോൺ വഴി പകർത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓക്കെ, പൾസർ സോനി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോഴും ഇങ്ങനെ ക്യാമറ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പൾസർ സോനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഒരു ക്രൂരമായ യുവനടിയെ ക്രൂരമായി 2 മണിക്കൂർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനി തന്നെ ഇപ്പോൾ മറ്റൊരു ക്യാമറയ്ക്ക് മുന്നിൽ, മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ കുടുങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് അരുൺകുമാർ. അത് ഈ കേസിലെ തെളിവുകളിലേക്ക് വെളിച്ചം വീശുന്ന വെളിപ്പെടുത്തൽ കൂടിയായി മാറുന്നു.
അതാണ് മൊബൈൽ ക്യാമറയിലാണ് പിടുത്തേക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് പൾസറിന് ഇത്രയ്ക്ക് പൊട്ടനാ. ഇത് കൃത്യമായി നിരന്തരം ബന്ധപ്പെട്ട വിശ്വാസം നേടിയെടുത്ത് അത് പുസ്തകത്തിലേക്കുള്ള വിവരങ്ങൾ കൈമാറുന്നു എന്നത് മാത്രം. ഇത് എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് തന്നെ കേൾപ്പിക്കണം, തനിക്ക് അത് വായിച്ചു നോക്കാനുള്ള അവസരം ഉണ്ടാകണം എന്ന ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളൊക്കെ പറയുന്നത്. അത് ഞാൻ എഴുതിയെടുക്കുന്നു എന്ന ബോധ്യത്തിൽ അങ്ങനെ പറഞ്ഞു പിരിയുന്നു. പലപ്പോഴും പറഞ്ഞ പല കാര്യങ്ങളും അത് എഴുതരുന്ന നിർദ്ദേശം കൂടി പൾസർ സുനി നൽകിയിരുന്നു. ഒന്ന് ആദ്യം പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിമിനൽ സംഘങ്ങൾ പലപ്പോഴായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു കാരണവശാലും ഒരു അപകടം സംഭവിച്ചാൽ പുറത്തറിയാൻ പറ്റാത്ത ഒരു ഒളി സങ്കേതത്തിലാണ് അന്ന് എത്തിച്ചത്. ആ ഒളി സങ്കേതത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാനും മറ്റൊരാൾ കൂടി അവിടെ എത്തിയപ്പോൾ പലപ്പോഴായി ആയുധങ്ങളുമായി തന്നെ അവിടെ വന്നിരുന്നു എന്നതാണ് യഥാർത്ഥം. അങ്ങനെ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാക്കി. ഒരു കാരണവശാലും ചതിക്കില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാകാം പൾസർ സുനി അങ്ങനെ ഒരു ഭീതിയുടെ അന്തരീക്ഷം ആ ഒരു ഒളി സങ്കേതത്തിൽ ഉണ്ടാക്കിയത്. അങ്ങനെ അവിടെ നിന്ന് പിന്നീടുള്ള കൂടിക്കാഴ്ചയിലാണ് ഏറ്റവും നിർണായകമായ നമ്മളിപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ, ഈ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുന്നത്. നല്ല കഥ, നല്ല സ്റ്റോറി ലൈൻ. ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലക്കം ബാലരമയിൽ വരുന്നതായിരിക്കും. ഇത്രയും സീരിയസ് ആയിട്ട് അവർ ഈ ആയുധങ്ങളൊക്കെ കാണിച്ച് പേടിപ്പിച്ചിട്ട് അവരുടെ അടുത്ത് വന്ന് നിങ്ങൾ ഇത്രയും വലിയൊരു ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇനി അവർ നിങ്ങൾക്കിട്ട് പണിയൂലേ? പക്ഷെ പണിയൂല. കാര്യം രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയല്ലേ. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സാധനം എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാര്യം ഇതിപ്പോൾ നിങ്ങൾ മീഡിയക്കകത്തോടെ ഇത്രയും വിശ്വാസ്യത വാങ്ങിച്ചിരിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ഭീഷണിപ്പെടുന്ന രീതിയിൽ ആ ഒരു കൊള്ളസങ്കേതത്തിൽ അങ്ങനെ ഇങ്ങനെ ഭീകര സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനുഷ്യനല്ലേ, നിങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടാവുകയില്ലേ? അങ്ങനെ നിങ്ങൾ അത്രയും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് പൾസർ സുനി അറിയാതെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ ആ ഒരു റിവഞ്ച് കാര്യങ്ങളൊക്കെ തീർക്കും. കാര്യം അയാൾക്ക് നഷ്ടപ്പെടാൻ എന്താണ് ഉള്ളത്? കേസും വെക്കാനായിട്ട് നടക്കുന്ന അയാൾക്ക് എന്ത് സീന്? പോരാത്തതിന് ഈ നടൻ്റെ ഇന്ന് ഇത്ര ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഒന്ന് നൈസായിട്ടൊന്ന് പൂളിയിട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തിരിച്ചു വരും. എന്തായാലും ഈ നടിയെ ആക്രമിച്ച കേസിൻ്റെ അത്രയും വരില്ല. നിങ്ങൾക്കൊരു ചെറിയൊരു പണി തന്നിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കലി കറക്റ്റ് ആണ്. ഇനി എന്തിനാണെങ്കിൽ ഈ ഒരു നമ്മുടെ സുനിമോൻ പറയുന്ന കാര്യങ്ങൾ ഇനി ഞാൻ ജസ്റ്റ് കൊണ്ടൊന്ന് പ്ലേ ചെയ്യാം. കഥയിലില്ല, കാരണം ദിലീപിനെ കേന്ദ്രീകരിച്ചാണ്. പക്ഷെ 2021 മുമ്പ് മുഴുവൻ പറയുന്നത് പിന്നെ പൾസർ സുനി വേറെയും പലരെയും ഇതുപോലെ ആക്രമിക്കുന്നു, 5 പേര് പോലീസിന് മൊഴി കൊടുത്തു, പൾസർ സമാധാനമായിരുന്നു. പക്ഷെ അതെല്ലാം സെറ്റിൽ ചെയ്തു. ശരിയാണ്. അപ്പോൾ അത് പക്ഷെ അവര് പരാതിയില്ല. അവർ പറഞ്ഞു, പോലീസ് ഇത് പറഞ്ഞു സന്ധ്യയോടാണ് തോന്നുന്നു അന്ന് കുറെ 4 പേര് പറഞ്ഞു. അപ്പൊ അന്ന് പക്ഷെ അത് ദിലീപാണ്, അല്ല വേറെ ആൾക്കാരാണ്. അപ്പൊ അതാണ് നിങ്ങൾ ഇനിയും പറഞ്ഞാൽ പലരും എന്ന് പറയാനുള്ള കാരണം അവർക്ക് അത് ദിലീപല്ല. അപ്പൊ പുള്ളിക്ക് അങ്ങനെ അറിയാവുന്നതുകൊണ്ടാണ് പുള്ളിക്ക് ഇതിനകത്ത് നടക്കുന്ന മൊത്തം അറിയാം. ആരും പറയില്ലെന്ന്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ആരും കൊണ്ടില്ല. നിലനിൽപ്പാണ് പ്രധാന കാര്യം. പിന്നെ പറയും ആ നിലനിൽപ്പ് സ്വന്തം കയ്യിലായി. റോഷി ചേട്ടൻ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം റോഷി ചേട്ടൻ. എനിക്കൊരു അറിയാതെ റീമയൊക്കെ പറയും പോലെ അങ്ങോട്ട് പറയും. ഈ ഒരു നടിക്ക് മാത്രമല്ല സംഭവിച്ചേക്കുന്നത്, വേറെയും ഒരുപാട് നടിമാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത് പിന്നീട് പ്രൈവറ്റ് വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ ഒരു നിയന്ത്രിതമാക്കിയിട്ട് കുറേ ആൾക്കാർ ഈ ഒരു സിനിമയ്ക്കകത്ത് തന്നെ ആൾക്കാരെ നിയന്ത്രിക്കാൻ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ പൾസർ സുനി വന്ന് പറയുന്നുണ്ടല്ലോ, ഇവരിപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ സ്റ്റിങ് ഓപ്പറേഷൻ അത് ഇത് മാങ്ങാ തേങ്ങ ചക്ക അങ്ങനത്തെ തിങ്സ് ഒക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവരെടുത്തേക്കുന്ന ആ ഒരു എഫേർട്ട് നല്ലത് തന്നെയാണ്. കാര്യം നിയമത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒളി ക്യാമറ ആ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾ എത്തിച്ചേക്കുന്ന കാര്യം വളരെ നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കപടമായിട്ടുള്ള മുഖങ്ങൾ സത്യം പറഞ്ഞാൽ പുറലോകം അറിയേണ്ടത് തന്നെയാണ് അല്ലേ. ഇനി ബാക്കിയും കൂടെ കേൾക്കാം. ഈ മെമ്മറി കാർഡ് ആർക്കാ ഏൽപ്പിച്ച് എങ്ങനെ പോലീസ് മെമ്മറി കാർഡ് അതവിടെ ഏൽപ്പിച്ച വക്കീൽ വഴി കൊടുത്തു. വക്കീൽ പോലീസ് അത് ഇതല്ല, കോപ്പിയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോപ്പി എടുത്ത് വെച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തായോ? പേടിയുണ്ടോ? അപ്പോൾ ഷൂട്ട് ചെയ്ത മൊബൈൽ ആർക്കാണ് കൊടുത്തത്? അത് അവിടെ അത് പറയാൻ പറ്റാത്ത രഹസ്യമാണ്. അത് വെട്ടിയാണ്. ഈ വക്കീലുള്ളപ്പോൾ നമ്മൾ വേറെ പേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് സറണ്ടർ ചെയ്യാൻ നോക്കിയത്. അപ്പം തന്നെ ഈ വക്കീൽ ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കോടതി കൊടുത്തു. അങ്ങനെ അപ്പോൾ ആ വക്കീലായിട്ടുള്ളൊരു ഇത് നഷ്ടപ്പെടുവാണ്. മറ്റേ ഗ്രോസറി പാലത്തിന് മണ്ടയ്ക്ക് ഇവരുടെ ഒരു ഫോണും മെമ്മറി കാർഡും ഒക്കെ കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ചോദ്യം ഇങ്ങനെ മറച്ചു വെക്കാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ അത് സ്റ്റിൽ ആരുടെയോ കയ്യിലുണ്ട്, എവിടേക്കോ സുരക്ഷിതമായിട്ടുണ്ട് എന്നുള്ളതിലൊരു അങ്ങനത്തെ സംശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന രീതിയിലാണ് ഇതിങ്ങനെ പറഞ്ഞു നിൽക്കുന്നത്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഈ എക്സാമിനൊക്കെ പോകുന്ന ടൈമിൽ സ്കൂളിലും കോളേജിലൊക്കെ എക്സാമിന് പോകുന്ന ടൈമിലാണെങ്കിൽ എക്സാമിന് കയറുന്നതിന് മുന്നേ നമ്മൾ ഈ പഠിപ്പിച്ചാളുടെ അടുത്ത് പോയിട്ട് നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചോദിക്കണം, അതെന്തോടാ അതിൻ്റെ ഒന്നെൻ്റെ അതെങ്ങനെയാടാ പഠിക്കുന്നത്, ഇങ്ങനെ എങ്ങനെയാണ് പഠിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ അല്ലേ. അതുപോലെ ഒരു കൊച്ചുകുട്ടിയുടെ ലാഘത്തോടെയാണ് നമ്മുടെ പൾസർ സുനിമോനാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആ ഒരു റിപ്പോർട്ടിൻ്റെ അടുത്ത് കാര്യങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ അത് വെട്ടിയിട്ടോ ഇതൊക്കെ കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വേറെ ക്ലിപ്പൊന്നും വെക്കത്തില്ല. നിങ്ങൾ കുറേയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, വെച്ച് ഞാൻ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്.
അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇത്രയും കുണുവാവയായിട്ട് നിൽക്കുന്ന പൾസർ സുനി, ആ ഒരു ഗുണ്ട സെറ്റപ്പ് ഇങ്ങനെ ഗാംഭീര്യത്തോടൊക്കെ നിൽക്കൂ, അങ്ങനെ വേണ്ട ഒരു ഗുണ്ടയൊക്കെ ആകുമ്പോഴത്തേക്കും അത് വെട്ടി മാറ്റാ, ആ ചോദ്യം വേണ്ട, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയേണ്ടത്. മറ്റേ അർജുൻ ദാസിൻ്റെ സൗണ്ടിൽ ആ ഒരു മൂഡിലേക്കല്ലേ പറയേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓക്കെ ആ ഒരു ചോദ്യം വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വടിവാളും കൊണ്ടൊക്കെ ഭീഷണിപ്പെടുത്തിയേക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഈ പറഞ്ഞ കൊള്ള സംഘത്തെ കൊണ്ടുപോയിട്ട് ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയേക്കുന്ന ആളല്ലേ. അപ്പോൾ ഇവരുടെ അടുത്ത് വേണ്ട ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര തന്മയി ഭാവത്തോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. എന്തിനാണെങ്കിലും നിങ്ങൾ ഈ എടുത്തേക്കുന്ന ഒരു എഫേർട്ട് വളരെ നല്ലതാണ്. ആ ഒരു കാര്യം ഈ ഒരു സത്യങ്ങളൊക്കെ പുറത്തോട്ട് അറിയണം. പിന്നെ സ്റ്റിംഗ് ഓപ്പറേഷൻ ഞങ്ങൾ ഒളിക്യാമറയിലൂടെ ഒക്കെ പോഞ്ഞോ. ഏതായാലും കൊള്ളാം. എന്തായാലും ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.